നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നേ LGS അതുപോലെ 10th മെയിൻസ്, ഡിഗ്രി പ്രിലിംസ് എല്ലാ പരീക്ഷകൾക്കും വേണ്ട സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ടോപ്പിക്കിന്റെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് കണക്റ്റഡ് ഫാക്ട്സ് ആണ്. ഇതില്ലേ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുമ്പം ബേസിക്സ് ഓഫ് എവരിഡേ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്താണ് വരുന്നത്. ബാക്കി യൂണിവേഴ്സിറ്റി LGS ആയാലും 10th മെയിൻസ് ആയാലും നമ്മുടെ നോർമൽ സയൻസിനകത്ത് വരുന്ന ടോപ്പിക്കുകളാണ്. അപ്പൊ എന്തായാലും പരീക്ഷയായിട്ട് അറ്റൻഡ് ചെയ്യാം, കൂടെ കണക്റ്റഡ് ഫാക്ട്സും കൂടി പഠിച്ച് മനസ്സിലുറപ്പിക്കാം. വീഡിയോയിലോട്ട് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണേ. എൻ്റെ പേര് അശ്വതി. ആദ്യത്തെ ചോദ്യം: ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? സ്ഥിതികോർജം, വൈദ്യുതോർജം, താപോർജം, ഗതികോർജം. ഈ ചോദ്യം ചോദിച്ചതേ 2017 LDC ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഗതികോർജമാണ്. ഗതികോർജം എന്നാൽ എന്താ? കൈനറ്റിക് എനർജി. ചലനം മൂലം, മോഷൻ മൂലം ഒരു വസ്തുവിനുണ്ടാകുന്ന ഊർജമാണ് ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. അപ്പോൾ ഊർജം എന്നാൽ എന്തുവാ? ഊർജം എന്നാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. വിവിധ ഊർജ രൂപങ്ങൾ ഏതൊക്കെയാ? യാന്ത്രികോർജം ഉണ്ട്, യാന്ത്രികോർജം മെക്കാനിക്കൽ എനർജി, സൗരോർജം സോളാർ എനർജി, താപോർജം ഹീറ്റ് എനർജി, രാസോർജം കെമിക്കൽ എനർജി, വൈദ്യുതോർജം ഇലക്ട്രിക് എനർജി, ശബ്ദോർജം സൗണ്ട് എനർജി, പ്രകാശോർജം ലൈറ്റ് എനർജി, കാന്തികോർജം മാഗ്നറ്റിക് എനർജി, ആണവോർജം ന്യൂക്ലിയർ എനർജി. അങ്ങനെ വിവിധ ഊർജ രൂപങ്ങളുണ്ട്. ഇതിലെ യാന്ത്രികോർജം മെക്കാനിക്കൽ എനർജിയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗതികോർജം എന്നും സ്ഥിതികോർജം എന്നും, കൈനറ്റിക് എനർജി എന്നും പൊട്ടൻഷ്യൽ എനർജി എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ ഗതികോർജം എന്ന് പറയുമ്പം ചലനം കൊണ്ടൊരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജ്ജമാണെന്ന് പറഞ്ഞു. അതിന് ഉദാഹരണം പായുന്ന ബുള്ളറ്റിന്റെ ഊർജം, അതുപോലെ ഉരുളുന്ന കല്ലിന്റെ ഊർജം, വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം, ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്ക, ഓടുന്ന വാഹനം, ഇവയിലേക്ക് ഊർജം എന്തുവാണ്? ഗതികോർജമാണ്. അപ്പൊ ചലനം വെച്ച് എന്തൊക്കെ പറയുന്നുണ്ട് അതെല്ലാം എന്തോയില് വരും? ഗതികോർജത്തില് വരുവേ. പിന്നെ വസ്തുവിന്റെ പിണ്ഡവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? ഗതികോർജവും കൂടുന്നു. അത് എന്തുകൊണ്ടാ? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 12mv² ആണ്. ഈ ഇക്വേഷൻ കൂടി ഒന്ന് ഓർത്തിരിക്കുക. 12mv² ആണ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. കൈനറ്റിക് എനർജി മാസിനെയും വെലോസിറ്റി പ്രവേഗവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മാസുമായിട്ടും പ്രവേഗം അല്ലെങ്കിൽ വേഗതയുമായിട്ടും എന്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്? ഗതികോർജം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ. അതുകൊണ്ട് വസ്തുവിന്റെ പിണ്ഡവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജവും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഇനി ഇതില് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് 1-2 കണ്ടീഷൻ PSC ചോദിക്കാറുണ്ട്. അതിന് ഉദാഹരണം, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ, അതായത് V എന്നത് 2V ആയാൽ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് ഇട്ട് നോക്കാം. 12m ഇൻറ്റു വിക്ക് പകരം 2V ഇടുക, 2V ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇതെങ്ങനെ വരിക? 12m ഇൻറ്റു 2ന്റെ സ്ക്വയർ 4 ആണ്, വിയുടെ സ്ക്വയർ V². ഈ 4നെ അങ്ങ് ഫ്രണ്ടിൽ എടുക്കുവാണേ. 4 ഇൻറ്റു ബാക്കി അതുപോലെ എഴുതി 4 ഇൻറ്റു 12mv². അപ്പൊ 12mv² എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയാണ്. അതായത് 4 ടൈം കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം വെലോസിറ്റി ഇരട്ടിയാക്കുകയാണെങ്കിൽ അതിന്റെ ഗതികോർജം കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും? 4 ഇരട്ടിയാണ് ആകുന്നത്. 4 ഇരട്ടി ഓർത്തോണേ. ഇതൊക്കെ ഇല്ലേ നമ്മുടെ SCERT-യിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ സയൻസ് ഇപ്പോൾ കൂടുതലായിട്ടും PSC SCERT ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ SCERT ഫുൾ നിങ്ങൾ പഠിക്കണം. 5 മുതൽ 10 വരെയുള്ള SCERT സയൻസ് ഫുൾ ചാപ്റ്റേഴ്സ് അങ്ങ് പഠിക്കണം. അതുകൊണ്ട് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ വഴി SCERT ക്ലാസ്സുകൾ തരുന്നത് സയൻസിന്റെ. അപ്പോൾ പഠിക്കുന്നതോടൊപ്പം അതിന്റെ ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് പക്കയാവും. നിങ്ങൾക്ക് സമഗ്ര ക്വസ്റ്റ്യൻ പൂളിനെ പറ്റി അറിയാലോ. ഈ SCERT ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലെയാണ് സമഗ്ര ക്വസ്റ്റ്യൻ പൂള്. പക്ഷേ ഇപ്പോൾ അത് അവൈലബിൾ അല്ല. നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ടീമില്ലേ,
SCRT സയൻസ് 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും സയൻസ് ന്യൂ പാറ്റേൺ രീതിയിലാക്കിയിട്ട് സമഗ്ര ക്വസ്റ്റ്യൻ പൂളിലെ ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും പഠിച്ചിട്ട് അതിലെ ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്തു പോകുമ്പം സെറ്റ് ആവും, വേറെ ഒന്നും നോക്കാനില്ല. അപ്പം പുസ്തകം വാങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര്, ഒരുപാട് സന്തോഷം, നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവരും പറഞ്ഞത്, ഒരുപാട് സന്തോഷം. ഇനിയും വാങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാവേ, അതിൽ സയൻസ് എന്ന നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, വാട്സാപ്പ് ചെയ്താൽ മതി, ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് അയച്ചു തരുന്നതായിരിക്കും. ബുക്കിന്റെ റിവ്യൂ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തതാ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബുക്കിന്റെ റിവ്യൂവും കൊടുത്തേക്കാം. ഒന്ന് കയറി കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം, പ്രാക്ടീസ് ചെയ്യുക. ഇനി പരീക്ഷ അടുത്തടുത്ത് വരുമല്ലേ, അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് സെറ്റായിട്ട് ഇരിക്കാം. അടുത്ത ചോദ്യം നോക്കാം. 2. ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ട് ഒഴുകുമ്പോൾ ഉള്ള ഊർജ്ജരൂപം ഏതാണ്? ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഉത്തരത്തിലേക്ക് പോണേ. ഓപ്ഷൻ വൈദ്യുതോർജം, ഗതികോർജം, രാസോർജം, പ്രകാശോർജം. 2019 പിയൂൺ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, എഴുതിക്കോളൂ. ഉത്തരം ഗതികോർജവ. ഇവിടെ ചോദ്യം പറഞ്ഞേക്കുന്ന ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ട് ഒഴുകുമ്പോൾ അവിടെ ചലനമുണ്ട്. ചലനം ഉണ്ടെങ്കിൽ ഏത് ഊർജ്ജമാണ്? ഗതികോർജ്ജമാണ് ഉള്ളത്. അപ്പൊ ഗതികോർജ്ജത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞു. ഇനി ഗതികോർജ്ജം ഇല്ലേ, എല്ലായ്പ്പോഴും പോസിറ്റീവോ പൂജ്യമോ ആയിരിക്കും, നെഗറ്റീവ് ആവത്തില്ല. പോസിറ്റീവോ അല്ലെങ്കിൽ പൂജ്യമോ ആയിരിക്കും എല്ലായ്പ്പോഴും ഗതികോർജ്ജം. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജം ഉള്ളത്? വാതകങ്ങളിൽ, ദ്രാവകങ്ങളിൽ, ലായനികളിൽ, ഖരങ്ങളിൽ. 2019 VO പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം വാതകങ്ങളിൽ. വാതകങ്ങളിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജം ഉള്ളത്. കാരണം എന്താ? ഇപ്പൊ വാതകം എടുക്കുകയാണെങ്കിൽ അതിന് മോളിക്യൂൾസ് ഇല്ലേ, മോളിക്യൂൾസ് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കത്തില്ല, ലൂസ്ലി പാക്ഡ് ആയിരിക്കും. അവ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. അവയ്ക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവയ്ക്ക് ഗതികോർജ്ജം കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ ഒരു സോളിഡ് സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും, അടുത്തടുത്തായിരിക്കും മോളിക്യൂൾസ് ഉള്ളത്. അതുപോലെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഒരു സോളിഡ് സബ്സ്റ്റൻസിന് ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് വരാനുള്ള കാരണം. അപ്പൊ തന്മാത്രയ്ക്ക് ഏറ്റവും കുറവ് ഗതികോർജ്ജമുള്ളത് ഏതിലാ? ഖരവസ്തുക്കളിലാണ്, സോളിഡ് സബ്സ്റ്റൻസിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കുറവ് ഗതികോർജ്ജം. കാരണം അവയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, കുറവല്ലേ ഗതികോർജ്ജം, ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഖരങ്ങളെക്കാളും കൂടുതലാണ് ദ്രാവകങ്ങളിൽ അവയ്ക്ക് മൂവ് ചെയ്യാനുള്ള കഴിവ്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് വാതകങ്ങളിലാണ്. അടുത്ത ചോദ്യം, തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? തറയിലിരിക്കുന്ന വസ്തുവിന്റെ സ്ഥിതികോർജ്ജമാണ് 0, 9.8 ജൂൾ, 10 ജൂൾ, 39.2 ജൂൾ. 2014 മലപ്പുറം LDC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം 0 ആണ്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജ്ജം, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. എളുപ്പത്തിൽ ഓർക്കാനുള്ളത്, ഈ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mgh ആണ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. അതായത് അത് ഹൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, ഹൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഹൈറ്റ്, ഈ തറയിലിരിക്കുന്ന വസ്തുവിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ഇക്വേഷനിലെ എച്ചിന്റെ സ്ഥാനത്ത് 0 വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി തന്നെ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജ്ജത്തിന് എന്ത് സംഭവിക്കുന്നു? സ്ഥിതികോർജ്ജം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടാങ്കിൽ ഉള്ള ജലം, അതായത് ഒരു ഹൈറ്റിൽ, ഒരു ടാങ്കിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഹൈറ്റിലുള്ള അല്ലെങ്കിൽ ഒരു ടാങ്കിലുള്ള ജലത്തിന്റെ ഊർജം എന്തായിരിക്കും? സ്ഥിതികോർജ്ജമായിരിക്കും. മൂവ്മെന്റ് ഇല്ലല്ലോ, സ്ഥാനം കൊണ്ടുള്ള ഊർജ്ജം അല്ലേ, സ്ഥിതികോർജ്ജമാണ്. ഇനി ലംബമായി, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജ്ജത്തിന് എന്ത് സംഭവിക്കും? സ്ഥിതികോർജ്ജത്തിന് എന്ത് സംഭവിക്കും? ഇങ്ങനെ മുകളിലോട്ട് നമ്മളൊരു കല്ലെടുത്ത് എറിയാന്ന് വിചാരിക്കാം. അപ്പൊ ഹൈറ്റ് ഇങ്ങനെ കൂടിക്കൂടി പോകുന്നുണ്ട്, അതുകൊണ്ട് സ്ഥിതികോർജ്ജം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഗതികോർജ്ജത്തിന് എന്താ സംഭവിക്കുന്നത്? ഗതികോർജ്ജം കുറയുകയാണ് ചെയ്യുന്നത്.
ഇനി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന വസ്തുവാണെങ്കിലോ ഗതികോർജം സ്പീഡ് കൂടിയായിരിക്കും വരുന്നത്. പക്ഷേ സ്ഥിതികോർജം ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് സ്ഥിതികോർജം കുറയുകയാണ് ചെയ്യുന്നത്. ഇനി രൂപമാറ്റം കാരണം വസ്തുക്കൾക്ക് ലഭ്യമാകുന്ന സ്ഥിതികോർജത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഈ സ്പ്രിങ് അമർത്തുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ഊർജം ഏതാണ്? സ്ഥിതികോർജം. കുലച്ചു വെച്ച വില്ല്, രൂപമാറ്റം സംഭവിച്ച വസ്തുവല്ലേ കുലച്ചു വെച്ച വില്ല്, അതുപോലെ വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ്, ഇവയ്ക്കൊക്കെ സ്ഥിതികോർജമാണ്. അപ്പോൾ രൂപമാറ്റം കാരണം വസ്തുക്കൾക്ക് ലഭ്യമാകുന്ന സ്ഥിതികോർജന ഉദാഹരണങ്ങളാണ് സ്പ്രിങ് അമർത്തുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ, പിന്നെ കുലച്ചു വെച്ച വില്ല്, വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ്. അടുത്ത ചോദ്യം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2018 ചോദിച്ചതാണ്. ദ ഇൻസ്ട്രുമെന്റ് വിച്ച് കൺവേർട്സ് സൗണ്ട് ഇൻറ്റു ഇലക്ട്രിക് സിഗ്നൽ. സൗണ്ട് ഇൻറ്റു ഇലക്ട്രിക് സിഗ്നൽ, സൗണ്ട് എനർജി ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ലൗഡ് സ്പീക്കർ, സ്റ്റെതസ്കോപ്പ്, മെഗാഫോൺ, മൈക്രോഫോൺ. ഉത്തരം മൈക്രോഫോൺ ആണ്. മൈക്കിൽ നമ്മൾ കൊടുക്കുന്ന സൗണ്ട് എനർജിയെ ഇലക്ട്രിക് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഏതാണ്? മൈക്രോഫോൺ ആണ്. മൈക്രോഫോൺ. അപ്പൊ തിരിച്ച് ഇലക്ട്രിക് എനർജി സൗണ്ട് എനർജി ആയിട്ട് വലിയ സൗണ്ടിൽ നമ്മളെ കേൾപ്പിക്കുന്നത് ഏതാണ്? അത് ലൗഡ് സ്പീക്കർ ആണ്. ലൗഡ് സ്പീക്കർ. അപ്പൊ ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ചോദിച്ചാൽ ഇലക്ട്രിക് എനർജി ഇൻറ്റു സൗണ്ട് എനർജി, വൈദ്യുതോർജത്തിനെ ശബ്ദോർജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. മെഗാഫോണിലോ? മെഗാഫോണില് വൈദ്യുതോർജം ശബ്ദോർജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വൈദ്യുതോർജം ശബ്ദോർജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഏതാണ്? മെഗാഫോണില്. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താ? പ്രകാശോർജം രാസോർജമായിട്ട് കൺവേർട്ട് ആവുന്നു. പ്രകാശോർജം രാസോർജമായിട്ട് കൺവേർട്ട് ആവുന്നു. സോളാർ സെല്ലിലോ? സൗരോർജം വൈദ്യുതോർജമായിട്ടാണ് കൺവേർട്ട് ആവുന്നത്. സൗരോർജം വൈദ്യുതോർജമായിട്ട് കൺവേർട്ട് ആവുന്നു. അടുത്ത ചോദ്യം, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ചോദിച്ചത് 2014 LDC തൃശൂർ എക്സാമിനാണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഓപ്ഷൻ നോക്കാം. യാന്ത്രികോർജം, വൈദ്യുതോർജം, വൈദ്യുതോർജം യാന്ത്രികോർജം, യാന്ത്രികോർജം കാന്തികോർജം, വൈദ്യുതോർജം രാസോർജം. എഴുതിക്കോളൂ. ഉത്തരം എ ആണ്. യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് കൺവേർട്ട് ആവുന്നു. ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു. ടെലിവിഷനിലോ? ടെലിവിഷനില് വൈദ്യുതോർജം ശബ്ദോർജമായിട്ടും പ്രകാശോർജമായിട്ടും താപോർജവുമായിട്ടാണ് കൺവേർട്ട് ആവുന്നത്. ശബ്ദോർജം, പ്രകാശോർജം, താപോർജം. മെഴുകുതിരി കത്തുമ്പോൾ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താ? രാസോർജം പ്രകാശോർജവും താപോർജവുമായിട്ട് മാറുന്നു. രാസോർജം പ്രകാശോർജവും താപോർജവുമായിട്ട് മാറുന്നു. ഗ്യാസ് സ്റ്റൗവിലോ? രാസോർജം കെമിക്കൽ എനർജി താപോർജവും പ്രകാശോർജവുമായിട്ട് മാറുന്നു. അടുത്ത ചോദ്യം, രാസോർജം വൈദ്യുതോർജമാകുന്നത് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ മോട്ടോർ, ജനറേറ്റർ, ബാറ്ററി, ബൾബ്. VO 2019 ചോദിച്ച ചോദ്യമാണ്. എഴുതിക്കോളൂ. ഉത്തരം സി ആണ്, ബാറ്ററി. ബാറ്ററിയിലാണ് രാസോർജം വൈദ്യുതോർജമാകുന്നത്. ഇനി ഇലക്ട്രിക് മോട്ടോറിൽ എന്താ നടക്കുന്നത്? ഇലക്ട്രിക് മോട്ടോറില് വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ടാണ് കൺവേർട്ട് ആവുന്നത്. വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് കൺവേർട്ട് ആവുന്നു. അയൺ ബോക്സില് വൈദ്യുതോർജം താപോർജമായിട്ടാണ് കൺവേർട്ട് ആവുന്നത്. വൈദ്യുതോർജം താപോർജമായിട്ട് കൺവേർട്ട് ആവുന്നു. ഇലക്ട്രിക് ഓവനിലോ? വൈദ്യുതോർജം താപോർജമായിട്ട് കൺവേർട്ട് ആവുന്നു. അയൺ ബോക്സ് ആയാലും ഇലക്ട്രിക് ഓവൻ ആയാലും വൈദ്യുതോർജം താപോർജമായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഡയനാമോ പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഡയനാമോ പ്രവർത്തിക്കുമ്പോൾ, ഇത് ചോദിച്ചത് 2020 ദേവസ്വം ബോർഡ് സ്ട്രോങ് റൂം ഗാർഡ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഓപ്ഷൻ യാന്ത്രികോർജം രാസോർജമാകുന്നു, വൈദ്യുതോർജം രാസോർജമാകുന്നു, യാന്ത്രികോർജം താപോർജമാകുന്നു, യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ഉത്തരം ഡി ആണ്. യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ഡൈനാമോ പ്രവർത്തിക്കുമ്പോൾ യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് കൺവേർട്ട് ആകുന്നു. വൈദ്യുത ബൾബിലെ നടക്കുന്ന ഊർജ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? വൈദ്യുത ബൾബില് വൈദ്യുതോർജം താപോർജവും പ്രകാശോർജവുമായിട്ടാണ് മാറുന്നത്. ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോഴോ? ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം താപോർജമായിട്ട് മാറുന്നു. നമുക്ക് ഒരു ഊർജ രൂപത്തെ മറ്റൊരു ഊർജ രൂപമാക്കി മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ
വൈദ്യുത ഫാൻ കറങ്ങുമ്പോൾ വൈദ്യുതോർജ്ജത്തെ പ്രധാനമായും ഏത് ഊർജ്ജമാക്കിയാണ് മാറ്റുന്നത്? ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. വൈദ്യുത ഫാൻ കറങ്ങുമ്പോൾ വൈദ്യുതോർജ്ജത്തെ പ്രധാനമായും ഏത് ഊർജ്ജമാക്കിയാണ് മാറ്റുന്നത്? യാന്ത്രികോർജ്ജമാക്കിയാണ് മാറ്റുന്നത്. യാന്ത്രികോർജ്ജം. നമ്മൾ ആ കറണ്ട് സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്കും കറണ്ട് ഉള്ളപ്പോൾ ഫാൻ കറങ്ങി അത് മെക്കാനിക്കൽ എനർജി ആയിട്ട്, നമുക്ക് കാറ്റല്ലേ കിട്ടുന്നത്, അതൊരു മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഊർജം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് PSC ചോദിച്ച ചോദ്യങ്ങളാണ്. ബാക്കി ടോപ്പിക്സ് പുറകെ ഇങ്ങനെ ടെസ്റ്റ് ആയിട്ട് വരും. അതുപോലെ കണക്റ്റഡ് ഫാക്ട്സും കൂടെ തന്നെ പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്